ಸೂಪರ್ ಕರೆದಿಲ್ಲ ನಾನು ಪ್ರಯತ್ನ ಪಟ್ಟು ರಿಲೀಸ್ ಆಗಿದೆ പിടിച്ചു പിടിച്ച് കയറണല്ലേ വേറെ ടീംസ് നമ്മുടെ ആൾക്കാരെ എവിടെയോ നമ്മളിപ്പോൾ അകുമ്പയിലെ കുന്താദ്രി ഹിൽസിലാണ് നിൽക്കുന്നത്. കുന്താദ്രി ഹിൽസ് 17-ാം നൂറ്റാണ്ടിൽ 23-ാം ജൈന തീർത്ഥങ്കരനായ പരശുനാഥനാഥന് വേണ്ടി കുണ്ട ആചാര്യമുനി സ്ഥാപിച്ച ഒരു ജൈനക്ഷേത്രമാണ് കുന്താദ്രി ഹിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വന്നാലും നല്ല മഞ്ഞും മഴയും നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു അനുഭവമാണ് ഇവിടെ. പിന്നെ കുന്ത ആചാര്യമുനി തപസ്സിരുന്നതിനാലും ഇത് കുന്താദ്രി എന്ന പേരിൽ പിൽക്കാലത്ത് അറിഞ്ഞ് അങ്ങനെയാണ് ഇപ്പോൾ കുന്താദ്രി എന്ന പേരിൽ ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടെ ഇപ്പുറം വണ്ടിയിലുണ്ട് ഇതേമാതിരി തന്നെ മനുഷ്യവാസ മേഖലകളിൽ നിന്ന് പിടിക്കുന്ന കുരങ്ങുകളെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെയായിരുന്നു അവർ ഇറക്കി വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ പല ടൈപ്പിലുള്ള ഇപ്പം ബോണറ്റ് മക്കാവിന് നമ്മളവിടെ കണ്ടു, ഹനുമാൻ കുരങ്ങിനെ കണ്ടു, പിന്നെ കരിങ്കുരങ്ങ്, അങ്ങനെയുള്ള പല വെറൈറ്റീസിലുള്ള കുരങ്ങുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെയാണ് കുരങ്ങുകളും ഇപ്പോൾ നേരത്തെ ഭയങ്കര ആൾതാമസം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല 1906 കാലഘട്ടത്തിൽ ഏകദേശം 5000-ഓളം ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ആകുമ്പ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ അത് വെറും 500 പേരിലായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് ഈ സ്ഥലം. ആ സമയത്ത് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന സമയത്ത് ബോംബെ പ്രൊവിൻസും മദ്രാസ് പ്രൊവിൻസും തമ്മിലുള്ള വാണിജ്യത്തിൻ്റെ മെയിൻ ഏരിയ ആയിരുന്നു, ജംഗ്ഷനായിരുന്നു ഇത്. ഇവിടുന്ന് ആ സമയത്ത് നമുക്ക് മംഗലാപുരത്തു നിന്ന് ഒരു കരമാർഗമോ ഒരു ജലമാർഗമോ ഇപ്പം മംഗലാപുരം തുറമുഖമൊന്നും ആ സമയത്ത് സജീവമായിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് മംഗലാപുരത്ത് നിന്ന് കാളവണ്ടികളിൽ അകുമ്പെ ചുരം കയറി ഇവിടെ കൊണ്ടുവരും കച്ചവട സാധനങ്ങൾ. ഇപ്പം സുഗന്ധവ്യഞ്ജനങ്ങളായി പിന്നെ ഇവിടെയുള്ള തടി അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് അതെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ അപ്പുറം ഒരു ഹരിഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇവിടുന്ന് പിന്നെ ഇലക്ട്രിക് വണ്ടികളിലുണ്ട്, ചെറിയ ചെറിയ ഒരു 7 പേർക്ക് സഞ്ചരിക്കാവുന്ന ഇലക്ട്രിക് വണ്ടികളിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഹരിഹർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിട്ട് അവിടുന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് ബ്രിട്ടീഷുകാർ വിപണനം ചെയ്യുന്നതായിരുന്നു അവരുടെ ഒരു രീതി. പിന്നെ ഭാവിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ റോഡുകൾ, ഉടുപ്പി വഴിയുള്ള പുതിയ റോഡുകൾ വന്നു, അകുമ്പെ പോർട്ട് സജീവമായിട്ട് വന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അകുമ്പയുടെ ആ ഒരു സുവർണ്ണ കാലഘട്ടം വിട്ട് തീർന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ചൂരൽ വ്യവസായവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാലം അവർ പിടിച്ചു നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വന നിയമങ്ങൾ ശക്തമായി, കാട്ടിൽ കയറി ചൂരൽ വെട്ടുന്നത് നടക്കൂല, പിന്നെ നമ്മുടെ വനം കയ്യേറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചൂരൽ വ്യവസായം പാടെ തകർന്നു.
അതിനുശേഷം പിന്നെ ഇവിടെ ഇരുമ്പ് ഖനനം നടത്താമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നായിരുന്നു. അതിൻ്റെ ബാക്കി കുറേ അവശിഷ്ടങ്ങളെല്ലാം നമ്മുടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാടുകളിൽ കിടക്കുന്നുണ്ട്. അതും പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ, പിന്നെ ഇവിടുത്തെ പാരിസ്ഥിതിക മൂല്യങ്ങളെല്ലാം മനസ്സിലാക്കി അതും ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഉണ്ടായിരുന്നത് നെൽകൃഷിയായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു ജീവിക്കാൻ സാധ്യതയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെയുള്ള ആളുകളെല്ലാവരും കൂടെ അടുത്ത സ്ഥലങ്ങളായ മംഗലാപുരം, ബാംഗ്ലൂർ അങ്ങനെയുള്ള സിറ്റികളിലേക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിത രീതിയും പിന്നെ തൊഴിലും തേടി കുറേ ആളുകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അവസാനം വന്നതാണ് ഇപ്പം നമ്മൾ താമസിക്കുന്ന ഹോട്ടലില്ലേ, അത് വിജയ് മല്യ എന്നാണ് സുധി മല്യ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ അച്ഛനുണ്ട് ലക്ഷ്മിനാരായണൻ മല്യ. പുള്ളിയാണ് ഇവിടെ ഒരു മില്ല് സ്ഥാപിച്ചു, ഇവിടെയുള്ള കൃഷിക്കാരെ എല്ലാവരെയും കൂടെ ഏകോപിപ്പിച്ച് ഇവിടെ വിട്ടു പോകാണ്ടിരിക്കാനായിട്ട്. അങ്ങനെ പുള്ളി ഒരു മില്ല് സ്ഥാപിച്ചിട്ടാണ്, പുള്ളിയുടെ വീടിനടുത്ത് തന്നെ ഒരു മില്ല് സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ കൃഷിക്കാർക്കൊക്കെ അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. പിന്നെ ഈ ബിൽഡിങ് 1906 ഈ സത്രം. ഈ സത്രത്തിലായിരുന്നു അന്ന് മംഗലാപുരത്ത് നിന്ന് കച്ചവടത്തിനായിട്ട് വരുന്ന വണിക്കുകളും സഞ്ചാരികളും എല്ലാം ഇതേമാതിരിയുള്ള സത്രങ്ങളിലായിരുന്നു താമസിച്ച് അന്തി ഉറങ്ങി പിറ്റേ ദിവസം പോയിക്കൊണ്ടിരുന്നത്. ഈ സത്രം പണിത് കറക്റ്റ് 100 വർഷത്തിന് ശേഷമാണ് ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾക്കും അല്ലെങ്കിൽ അകുമ്പെ വഴി പോകുന്നവർക്കും താമസിക്കാനായിട്ടൊരു നല്ലൊരു താമസ സൗകര്യം എന്ന നിലയ്ക്ക് 1906 ഈ സത്രം പണിത് കറക്റ്റ് 100 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മല്യ റെസിഡൻസി തുടങ്ങി. അങ്ങനെ മല്യ കുടുംബം അകുമ്പയുടെ ഓരോ കാര്യങ്ങളിലുമായിട്ട് ഉന്നമനത്തിനും അവിടെയുള്ള പല കാര്യങ്ങൾക്കായിട്ട് കുറച്ച് ഇതായിട്ട് നിൽക്കുന്നതാണ്, സഹകരിച്ച് നിൽക്കുന്ന ഒരു ടീമാണ് പുള്ളി. അപ്പോൾ അതിൻ്റെ ഓണറാണ് ഇപ്പോഴും മല്യ സുധി മല്യാണ് നമ്മുടെ അടുത്ത് സംസാരിച്ച ക്ലീൻ ഷേവ് ചെയ്തില്ല. പുള്ളിയുടെ അച്ഛനുണ്ട് തൊട്ടപ്പുറം ഒരു കടയിലായിരുന്നു, ഒരു വെള്ള മുണ്ടും ഒരു വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു പല്ല് മാത്രമുള്ള ഒരാള്, അത് പുള്ളിയുടെ ഫാദർ. ഇവിടെ മല്യാസ് ആണോ അത് കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. ഇപ്പൊ കസ്തൂരിയൊക്കെ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടിയും അവരെല്ലാവരും കൂടെയാണ് ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ അവിടെ ഗസ്റ്റുകൾ എടുക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരിടയ്ക്ക് കൊറോണയ്ക്ക് മുന്നേ വരെ ഗസ്റ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൊറോണ വന്നു കഴിഞ്ഞപ്പം പ്രായമായ ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ഗസ്റ്റുകൾ എടുക്കുന്നത് കുറവായിരുന്നു. അവിടെ അങ്ങനെ ഫീസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ താമസിക്കുന്നതിന് അവർ കുറച്ച് റൂൾ വെച്ചിട്ടുണ്ട്. അൺമാരീഡ് കപ്പിൾസിനെ അനുവദിക്കില്ല, സിഗരറ്റ് വലി ഇല്ല, ഡ്രിങ്കിങ്സ് ഇല്ല, പിന്നെ പുറത്തുനിന്ന് നോൺ വെജ് കഴിക്കാറില്ല, പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കില്ല, അങ്ങനെയുള്ള കുറച്ച് റൂളുകളുണ്ട്. പിന്നെ അവിടെ താമസിക്കുന്നതിന് നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ ബുക്ക് ചെയ്ത് താമസിക്കാം. അവരങ്ങനെ ഫീസും കാര്യങ്ങളൊന്നും ഒരിടയ്ക്ക് പറയുന്നില്ലായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. ആ സമയത്തൊക്കെ നമുക്ക് ഭക്ഷണം താമസം തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സറിഞ്ഞ് എന്ത് കൊടുക്കുന്നു അത് മാത്രമായിരുന്നു ആ സമയത്ത് മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഉള്ളിൽ കയറാനും പറ്റില്ല, നേരത്തെ അതിൻ്റെ ഉള്ളിൽ കയറായിരുന്നു. 1000 രൂപ അങ്ങനെയൊന്നും മേടിക്കുന്നുണ്ടോ? എത്ര വൺ നൈറ്റ് പ്രേതങ്ങൾ ഓടിയാണ് മൂന്ന് ജനലെടുത്ത് 3 ആൾക്കാർ. ഇത് നൺസിന് പാടില്ലേ? ആ ഒരു ഫോട്ടോ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മൊബൈലിൽ നെറ്റ്വർക്ക് ഇല്ല. പിന്നെ അത്രയും പോയിട്ട് താഴെ ഇറങ്ങി വന്നിട്ട് വീണ്ടും അങ്ങോട്ട് കയറി ഒരാൾക്ക് വേണ്ടി കയറി വരാമെന്ന് പറഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൂട്ടം വിട്ടു പോകാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ നീങ്ങുക. ആരെങ്കിലും ഒരാൾ ഒരു ഇത്തിരി എന്താ പറയുക കിതപ്പോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് നിൽക്കുവാണെങ്കിൽ നമുക്കും അവിടെ തന്നെ നിൽക്കാം. എന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ എല്ലാ സ്ഥലവും കവർ ചെയ്ത് കഴിയുന്നത് നേരത്തെ നമുക്ക് തിരിച്ച് താഴെ എത്താം. ആരും കൂട്ടം വിട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ആക്കി വെച്ചാണ്. ഇത് വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിലുള്ളൊരു
സാമന്ത രാജ്യമായിരുന്നു. വിജയനഗരത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. ഒരു സൗത്ത് ഇന്ത്യയുടെ ഒരു ഏകദേശം ഒരു ഏരിയ മൊത്തം അവരുടെ അണ്ടറിലായിരുന്നു. അപ്പോൾ അവരുടെ അണ്ടറിൽ വന്നൊരു സാമന്ത രാജ്യമായിരുന്നു ഈ കവലദുർഗ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ അതിനുശേഷം നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷമാണ് ഇവർക്ക് സ്വതന്ത്രമായിട്ട് റൂൾ ചെയ്യാനുള്ള ഒരു അധികാരം കിട്ടിയത്. ഇത് കേളാടി രാജവംശത്തിൻ്റെ ഏറ്റവും ശക്തമായൊരു കോട്ടയും അവരുടെ 4ാമത്തെ കോട്ടയുമാണിത്. ചേലുവേങ്ങരപ്പ ഇത് പ്രധാന റൂളർ ആ പുള്ളിയായിരുന്നു. ആ പുള്ളിയാണ് ഇത് ഇതേ രീതിയിൽ റെഡിയാക്കി എടുത്തേക്കണേ. ശരിക്കും 3 കവാടങ്ങളാണ് ഇതിനുള്ളത്. ഇതാണ് ആദ്യത്തെ കോട്ടമതിൽ. പിന്നെ ഒരെണ്ണം വേറെ നമ്മൾ പോകുന്ന വഴിക്കുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് കുറച്ചുകൂടെ കയറിയും അങ്ങനെ 3 എണ്ണമാണ്. 3 കരിങ്കൽ പാളികളായ കോട്ടമതിൽ കൊണ്ട് ചുറ്റപ്പെട്ടേക്കുന്ന ഒരു കോട്ടയാണ്. പിന്നെ ഓരോ ഏരിയയിലും ഓരോ കവാടത്തിൻ്റെ അവിടെയും ഗാർഡ് റൂമുകളൊക്കെ കാണാം. നമ്മൾ അടുത്ത അങ്ങോട്ട് കയറി കഴിയുമ്പോൾ അവിടെ ഗാർഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും എന്താ പറയുക, ഒരു നമ്മൾ മേളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വാവ് എന്ന് പറഞ്ഞു പോകും. അതേമാതിരി ഒരു നിർമ്മിതിയാണ്. പ്രകൃതിയും മഞ്ഞും മഴയും എല്ലാം കൂടെ ചേർന്ന് കവലദുർഗ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ആ ഒരു 9ാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ആ ഗാഡ്സ് എല്ലാവരും കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ച എന്തായിരിക്കും. ഇപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു മഞ്ഞും മഴയും എല്ലാം ആയിട്ടൊരു ക്ലൈമറ്റ് ഇടുന്നുണ്ട്. പിന്നെ മേളിലൊരു കുളമുണ്ട്. അത് രാജ്ഞിയുടെയും രാജാക്കന്മാരുടെയൊക്കെ സ്നാനത്തിന് വേണ്ടി നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. പിന്നെ ഏകദേശം പണ്ട് ഇവിടെ 15ഓളം ക്ഷേത്രങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ അത്. ഇപ്പം അതെല്ലാം ഉടഞ്ഞ് നാശമായിപ്പോയി. ഒരു 3 ക്ഷേത്രങ്ങളുണ്ട്. ഒരു കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയൊരു എന്താ പറയുക, ഒരു കൊടിമരം മാതിരി ഒറ്റക്കല്ലിൽ പണിതേക്കുന്ന ഒരു സ്തൂപം കാണാം. അതിനോട് ചേർന്നുണ്ട്. പിന്നെ ഒരു ശ്രീകണ്ഠേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അതിനോട് ഓപ്പോസിറ്റ് തന്നെ ഒരു മലയുടെ മേലിൽ ഒരെണ്ണമുണ്ട്. പിന്നെ വേറൊരു ക്ഷേത്രം കൂടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം 2020 നല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു. അപ്പം മേളിലേക്ക് നമ്മൾ ട്രക്ക് ചെയ്യുന്ന പാത്ത് മൊത്തം താഴേക്ക് ഇടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കൊട്ടാരത്തിൻ്റെ കുറച്ച് തകർന്നു കിടക്കുന്ന ഒരു ഏരിയയും പിന്നെ അതിൻ്റെ പുറകിൽ ഒരു പൂളുണ്ട് രാജകുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച. അവിടെ വരെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ തകർന്നു കിടക്കുന്ന കൊട്ടാരത്തിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഇവരുടെ റൂമുകളുണ്ട്. അതിൻ്റെ അകത്ത് ഉരൾ, അമ്മിക്കല്ലില്ലേ, അത് അങ്ങനെയുള്ള പല സാധനങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. അത്രയൊക്കെയാണ് നമുക്ക് കവലദുർഗയെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി നമുക്ക് കാണാം. നമുക്ക് കവലദുർഗയുടെ ചെറിയൊരു കുളം ഉണ്ടല്ലോ, അത് നമ്മളെ നമ്മുടെ ഔട്ട് ചെയ്യുമ്പോൾ ആഗ്രഹിനെ പറ്റി പറയുമ്പോൾ താജ്മഹലിനെ ഔട്ട് ചെയ്യല്ലേ നമ്മളെ ടൂറൊക്കെ പറയുമ്പോൾ. അപ്പം നമ്മൾ ഔട്ട് ചെയ്യുന്നത് ആ പോസ്റ്ററാണ്, ആ കുളത്തിൻ്റെ പോസ്റ്ററാണ് നമ്മൾ അഗുമ്പയെന്ന് പറഞ്ഞാൽ ഔട്ട് ചെയ്യുക. ഇപ്പം അതിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒരു 2 കൊല്ലം മുന്നേ വരെ അതിൻ്റെ അകത്ത് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഞങ്ങളതിൻ്റെ മേളിൽ താഴെ എല്ലാവരും കുളിച്ചോണ്ടിരുന്നു. വെറൈറ്റി കടലിൽ പോവാം. സ്കൂബ ഡൈവിംഗ്, പാരാഗ്ലൈഡിംഗ് എല്ലാത്തിനും ബന്ധപ്പെടുക. സാഗർ റാണിയല്ലേ നമ്മൾ പോയ? സാഗർ റാണി ഹൗസ് ബോട്ട് പോയല്ല. കഴിഞ്ഞ മാസം പോയിട്ടുണ്ട്. ഇത് കടലിന്റെ അടിയിലുള്ള പരിപാടികളുണ്ട്. ആലപ്പുഴ തന്നെ നിങ്ങളെ ആലപ്പുഴയാണ്.
എങ്ങനെയുണ്ട്? ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു വരാൻ വേണ്ടി. ഇപ്പൊ 4ാമത്തെ പ്രാവശ്യമാണ്. ഓ ആയിക്കോട്ടെ. സൂപ്പർ. വേറെ ടീം നമ്മുടെ ആൾക്കാരെ എവിടെയോ? That is the horse. They'll come from bottom to here. All the things and everything will taken from the horse only. ये इन लोग अभी भी है इधर? Yeah. No. But ancestors will be there, but not. नहीं इधर नहीं. No. Here nobody is there. Already it is in the control of archaeological. वो नहीं, उन लोगों ने राजा के लोग अभी है. नहीं वो उसका पता नहीं. पता नहीं. आप किधर से? केरला. केरला का किधर? यहाँ के बारे में और क्या है बता? This is the one. This is Samar Palace. और एक ऊपर है उधर they are not allowing. They see all the backward of so many times we came and full peak. Clouds. there another peak is there. There the clouds is coming hitting. That is a very good. But they are already barricade. They put barricade because of landslide and all. There, but they are charging also. But nobody is taking care of this. You can see backside also. Everything is going. But archaeologists did a good thing. But these travelers and all, along with boys, they are coming and they hit. Security is there. സമ്മർ പാലസ് ആണ്. Yeah, this is Samar. ഷിമോഗ വരെ ശരിക്കും. Shumaga, there is one palace is there. Shumaga. Name of the king? Shivappa Nayaka. Shivappa Nayaka. Shivappa Nayaka. Shivappa Nayaka. Sagar, there is one place, Sagar is there, there one fort is. Shumaga, there is one fort is there. There everywhere is some fort. ये अच्छे लोग थे. यहाँ के लोगों को पसंद है. काम किया है. काम किया, अच्छा काम किया. Shumaga में एक सर्कल में उसका घोड़ा में उसका स्टैचू है. Shivappa Nayaka. शिमोगा. Shumaga. Actually good place, but everything